പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നോ? മനോല്ലാസത്തോടെ ഇരിക്കുന്നുവോ? യേശുവിൽ എപ്പോഴും മനോല്ലാസത്തോടെ ഇരിക്കണം. യേശു കൂടെയുണ്ടല്ലോ, നിന്നെ വിട്ട് പോവുകയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെന്താണ്? ഇന്ന് വെല്ലുവിളിയുള്ള ഒരു കാര്യം മുന്നിൽ നിൽക്കുന്നുണ്ടോ? അതെല്ലാം നിങ്ങൾ മറികടക്കും, വിജയിക്കും, ഒന്നും സംഭവിക്കില്ല, ഭയപ്പെടേണ്ട. ശരി, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയില്ലേ? ഇത് ലാസ് വേഗസ് എന്നൊരു പട്ടണമാണ്, ഒരു സിറ്റിയാണ്. ഇവിടേക്ക് അനേകം ലക്ഷം ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചൂതാട്ടത്തിന് അടിമകളായിരിക്കുന്നു. ഈ ജനങ്ങൾ വിടുവിക്കപ്പെടണം. ഈ ചൂതാട്ടത്തിന്റെയും അടിമത്തത്തിന്റെയും ആത്മാവിനെ നശിപ്പിച്ച് ജനങ്ങൾ വിമോചിതരാവാനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പട്ടണത്തിൽ ഒരു ഉണർവുണ്ടാകുമെന്ന് ദൈവം തെളിവായി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് 3 ദിവസമായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവം പറഞ്ഞതുപോലെ ഈ പട്ടണത്തിൽ വലിയ ഒരു ഉണർവുണ്ടാവണം. ദൈവാത്മാവിനെ പകരുവാനായി നിങ്ങൾ കാര്യമായി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും മാറ്റമുണ്ടാകും. പ്രാർത്ഥിക്കുമോ? ലാസ് വേഗസ് എന്ന പട്ടണത്തിൽ ഉണർവുണ്ടാവണം. പരിശുദ്ധാത്മാവ് ചൊരിയപ്പെടണം. അമേരിക്കയിലെ ഈ പട്ടണത്തിൽ പരിശുദ്ധാത്മാവ് വർഷിച്ചുണർവുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കണം. ശരിയല്ലേ? ഇന്ന് ദൈവം തരാൻ പോകുന്ന വചനം എന്താണെന്ന് വെച്ചാൽ യോശുവ 1-ാം അധ്യായം 9-ാം വാക്യം. ദൈവം പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുണ്ട് എന്ന് വാക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ജോലിക്ക് പോവുകയാണോ? സ്കൂളിൽ പോവുകയാണോ? കോളേജിൽ പോവുകയാണോ? ബിസിനസ്സിന് വേണ്ടി യാത്രയ്ക്ക് പോവുകയാണോ? ശുശ്രൂഷയ്ക്കായി എവിടേക്കെങ്കിലും പോവുകയാണോ? നിങ്ങൾ എങ്ങോട്ട് പോയാലും ശരി, യഹോവ പറയുന്നു, ഞാൻ നിന്റെ കൂടെ വരും. ഞാൻ നിന്റെ കൂടെ വരും. സ്കൂളിലേക്ക് പോയാൽ ഞാനും കൂടെ വരും. കോളേജിലേക്ക് പോയാൽ ഞാനും കൂടെ വരും. ബിസിനസ്സിനായി പോയാൽ ഞാനും കൂടെ വരും. നിങ്ങൾ എങ്ങോട്ട് പോയാലും കൂടെ വരുമെന്ന് പറയുന്നു. കാരണം യേശുവിനെ നമ്മൾ സ്വീകരിച്ച ശേഷം നമ്മെ വിട്ട് എങ്ങോട്ടും പോവില്ല. നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എങ്ങോട്ട് പോയാലും കൂടെ തന്നെ വരുമല്ലോ. അതാണ് വാഗ്ദത്തം. യേശുവേ, നീ എന്റെ കൂടെ വരുന്നതിന് സ്തോത്രമെന്ന് പറഞ്ഞിട്ട് പോകൂ. അത്രയേയുള്ളൂ. വിശ്വാസത്തെ ഏറ്റുപറയൂ, അത്ഭുതം നടക്കും. എന്റെ മക്കളുടെ കൂടെ അങ്ങ് പോകുന്നതിന് സ്തോത്രം പറയുന്നു. എന്റെ കൂടെ അങ്ങ് കോളേജിലേക്ക് വരുന്നതിന് സ്തോത്രം. എന്റെ കൂടെ ബിസിനസ്സിന് വരുന്നതിന് സ്തോത്രം. അത്രയേ വേണ്ടൂ. നിങ്ങൾ സ്തുതിച്ചു നോക്കൂ, ആ വിശ്വാസത്തെ ചൊല്ലി നോക്കൂ. ഒരു വലിയ മാറ്റമുണ്ടാകും. എന്റെ ജീവിതത്തിന്റെ പകുതിയിലും യാത്രയിലാണ് പോകുന്നത്. ഓരോ നാട്ടിലും ഓരോ പട്ടണത്തിലും ഓരോ സ്ഥലത്തും പോകുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. എന്റെ വിശ്വാസം ഇതാണ്, ദൈവമേ, ഞാൻ എങ്ങോട്ട് പോയാലും അങ്ങ് കൂടെ വരുന്നതിന് സ്തോത്രം. അങ്ങ് വാക്ക് തന്നത് പ്രകാരം എന്റെ കൂടെയുണ്ട്. അപ്പോൾ നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമാകുന്ന കർത്താവ് കൂടെയുണ്ട്. നിങ്ങൾ പോകുന്നിടത്തേക്കെല്ലാം കൂടെ വരുമ്പോൾ എന്തിനു പേടിക്കണം? ദൈവം കൂടെയുണ്ട്. അതിനാൽ വിജയം വരിക്കും. നിങ്ങൾ പോകുന്ന കാര്യം വിജയിക്കും. നിങ്ങൾ പോകുന്ന കാര്യത്തിലെ തടസ്സം മാറും. നിങ്ങൾ പോകുന്ന കാര്യത്തിൽ അത്ഭുതം നടക്കും. നിങ്ങൾ പോകുന്ന കാര്യത്തിൽ വിമോചനമുണ്ടാകും. ഇന്ന് നിങ്ങൾ പോകുന്ന കാര്യം സക്സസ് ആവും. കാരണം കർത്താവായ യേശു നിങ്ങളോടൊത്ത് വരുന്നുണ്ട്. യേശു നിങ്ങളെ വിട്ടു മാറുന്നില്ല. വിശ്വസിക്കുമോ നിങ്ങൾ? എപ്പോൾ നോക്കിയാലും അയ്യോ, എനിക്കാരുണ്ട്, ആരാണ് സഹായത്തിനുള്ളത്? യേശു കൂടെയുണ്ട്, അല്ലേ? അത് വിശ്വസിക്കുന്നുണ്ടല്ലോ. യേശുവേ, അങ്ങ് എന്റെ കൂടെയുള്ളത് മതി. ആരില്ല എങ്കിലും അങ്ങ് കൂടെയുള്ളത് മതി എന്ന് പറയൂ. ഈ വിശ്വാസത്തെ ഏറ്റുപറയൂ. അത്ഭുതം നടക്കുന്നത് കാണും. ഇപ്പോൾ പറയൂ, യേശുവേ, നീ പോകുന്നിടത്തെല്ലാം ഞാൻ കൂടെ വരുമെന്ന് വാക്ക് തന്നിരിക്കുന്നു. ഇന്ന് മാത്രമല്ല, ഓരോ ദിവസവും എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ പോകുന്നിടത്തെല്ലാം അങ്ങ് കൂടെ വരുന്നുണ്ട്. എനിക്ക് അത്ഭുതം ചെയ്യുന്നു. കാര്യങ്ങൾ സക്സസ് ആക്കി തരുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഇന്ന് അത്ഭുതം നടക്കും. അങ്ങന്റെ കൂടെ വരുന്നത് കൊണ്ട് അത്ഭുതം നടക്കും. അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ